നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ദേശീയപാത ചാലക്കുടി കൊരട്ടിയിൽ അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് വീണു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് അജ്ഞാതൻ തീയിട്ടു. ഒഴിവായത് വലിയ അപകടം. ഇന്ന് പുലർച്ചെ 1:30 സംഭവം. കായിക അധ്യാപകർ വിട്ടുനിൽക്കുന്നത് മൂലം പ്രതിസന്ധിയിലായ ഉപജില്ലാ കായികമേളകളുടെ നടത്തിപ്പിനെ ചൊല്ലിയുള്ള പരാതികൾ തുടരുന്നു. തൃശൂർ ജില്ലയിലെ മിക്ക ഉപജില്ലാ കായികമേളകളും താളം തെറ്റിയ നിലയിലാണ് നടന്നത്. വാർത്തകൾ വിശദമായി. ദേശീയപാത ചാലക്കുടി കൊരട്ടിയിൽ അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് വീണു. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 45ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. ദേശീയപാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് അജ്ഞാതൻ തീയിട്ടു. ഒഴിവായത് വലിയ അപകടം. ഇന്ന് പുലർച്ചെ 1:30 സംഭവം. അത്യാഹിത വിഭാഗത്തിന് സമീപം പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാൻ നഗരസഭ സ്ഥാപിച്ച ഇരുമ്പുകൂടിന് താഴെയാണ് അജ്ഞാതൻ തീയിട്ടത്. അത്യാഹിത വിഭാഗത്തിലെ എയർ കണ്ടീഷണറുകൾക്ക് താഴെയാണ് ഇയാൾ തീയിട്ടത്. തീ ആളിപ്പടർന്നിരുന്നെങ്കിൽ വൻ അപകടം സംഭവിക്കുമായിരുന്നു. ഇന്ന് രാവിലെ മാലിന്യം കത്തിയതിന്റെ അവശിഷ്ടം കണ്ടെത്തിയതിനെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകി. കായിക അധ്യാപകർ വിട്ടുനിൽക്കുന്നത് മൂലം പ്രതിസന്ധിയിലായ ഉപജില്ലാ കായികമേളകളുടെ നടത്തിപ്പിനെ ചൊല്ലിയുള്ള പരാതികൾ തുടരുന്നു. തൃശൂർ ജില്ലയിലെ മിക്ക ഉപജില്ലാ കായികമേളകളും താളം തെറ്റിയ നിലയിലാണ് നടന്നത്. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കായികമേള അലങ്കോലമായി എന്ന് ചൂണ്ടിക്കാട്ടി 200ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പിട്ട പരാതി കളക്ടർക്ക് നൽകി. മാള ഉപജില്ലാ കായികമേളയും ഒട്ടും വ്യത്യസ്തമല്ല. വേണ്ടത്ര ഏകോപനമില്ലാതെ നടക്കുന്ന മാള ഉപജില്ലാ കായികമേളയുടെ മത്സര നടത്തിപ്പും കടുത്ത വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. രാത്രി ഏറെ വൈകിയാണ് മത്സരക്രമം സംബന്ധിച്ച അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. പകൽ നടത്തി തീർക്കേണ്ട മത്സരങ്ങൾ രാത്രി 8 മണി വരെ വൈകിപ്പിച്ചു എന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കൊടുങ്ങല്ലൂർ ഉപജില്ലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. മത്സരങ്ങളുടെ ഷെഡ്യൂളുകൾ പോലും കൃത്യമായല്ലെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. മാള ഉപജില്ലയിലെ ഇടത് അധ്യാപക സംഘടനകൾ ഇടപെട്ട് രാത്രി വൈകി നൽകുന്ന മത്സര ഷെഡ്യൂളുകൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പുത്തഞ്ചിറ കിഴക്കേ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നത്തേരിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി. പുത്തഞ്ചിറ ഈസ്റ്റ് ജുമാ മസ്ജിദ് ഖത്തീബ് ഉബൈദുള്ള അഷ്റഫി നിസാമി ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്തു. പാലസ്തീൻ മക്കളോടുള്ള ഇസ്രായേൽ ക്രൂരത ആധുനിക സമൂഹത്തിന് നാണക്കേടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്നതെന്ന് മാറി നിന്നാൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ മക്കളെ പോലെ ചെറിയ മക്കളെ കൊന്നൊടുക്കുന്ന ഒരു യുദ്ധത്തിന്റെ മുറയും പോലും ലംഘിക്കാതെ യുദ്ധമുറകൾ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ് ഒരിക്കലും കുട്ടികളെയോ സ്ത്രീകളെയോ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് യുദ്ധമുറ എന്നുള്ളത്. അതുപോലും നഷ്ടപ്പെടുത്തിയിട്ട് പാവപ്പെട്ട കുഞ്ഞുമക്കളെ കൊന്നെടുക്കുന്ന കൊടും ഭീകരൻ എന്ന് പറയാം നമുക്ക്. അത്രയും ഭീകരത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുകയാണ്. മഹല്ല് പ്രസിഡന്റ് മജീദ് മണ്ണാന്തറ അധ്യക്ഷത വഹിച്ചു. മഹല്ല് സെക്രട്ടറി ഷാജി സംസാരിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റ സംഭവത്തിൽ തൃശൂരിലും പ്രതിഷേധം. നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിനിടെ പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി.
ചെറുതുരുത്തിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് തകർത്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ഷാഫി പറമ്പിൽ MP അതിക്രൂരമായി മർദ്ദിച്ച പിണറായി പോലീസിന്റെയും CPM DYFI പ്രവർത്തകരുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കോണത്തുകുന്ന് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അയ്യൂബ് കരൂപ്പടന്ന ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലത്തെ പൊയ്യ പഞ്ചായത്ത് കോൺഗ്രസ് ഭരണത്തിനെതിരെ LDF ഒക്ടോബർ 15-ന് പൊയ്യ പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തുന്നു. ഇതിന്റെ പ്രചരണാർത്ഥം LDF പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ യാത്ര നടത്തി. CS രഘു ക്യാപ്റ്റനും CN സുധാർജുനൻ വൈസ് ക്യാപ്റ്റനുമായ കാൽനട പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം ചക്കാട്ടിക്കുന്ന് ജംഗ്ഷനിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ നിർവഹിച്ചു. നടന്ന കാര്യങ്ങളോ നടക്കാത്ത കാര്യങ്ങളോ സംബന്ധിച്ച് നടത്തുന്നവരും നടത്താൻ ശ്രമിക്കുന്നവരും നടക്കാതെ പോയ കാര്യങ്ങളുമൊക്കെ സമൂഹത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരും. ആ സാമൂഹ്യ ചർച്ചയുടെ ഭാഗമായി ജനങ്ങളാകുന്ന വിധാതാക്കളും വിധികർത്താക്കളുമായ ജനങ്ങളാകുന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉടമകൾ അവർ ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യും. അങ്ങനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്, ഇതാണല്ലോ ഡെമോക്രസി. അപ്പോൾ അതിനാണ് ഈ ജാഥ നയിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനോട് വ്യക്തിപരമായ എന്തെങ്കിലും വിരോധമുണ്ടാകും. അവരെല്ലാം വേറെ ആരാണെങ്കിലും നമ്മൾ ഈ നിലപാട് സ്വീകരിക്കുമല്ലോ. നല്ലോണം പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും. പഞ്ചായത്ത് 5 വർഷക്കാലം കുടിവെള്ളം കറക്റ്റായിട്ട് കൊണ്ടുവന്നു, ലൈഫ് പദ്ധതി കറക്റ്റായിട്ട് കൊണ്ടുവന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടത്തുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ അത് കൃത്യമായി നടപ്പിലാക്കി. അവരുടെ തന്നെ MP-യെ കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു. MLA കൊടുക്കുന്ന ഫണ്ട് കൃത്യമായി ഉപയോഗിച്ചു. LDF കൺവീനർ CN സുധാർജുനൻ അധ്യക്ഷനായി. CS രഘു, KC വർഗീസ്, AM ഹക്കീം, KP ഹരി, KJ ഷൈമോൻ, ബൈജു പാറേക്കാടൻ എന്നിവർ സംസാരിച്ചു. ഒക്ടോബർ 11, 12 തീയതികളിൽ പൊയ്യ പഞ്ചായത്തിന്റെ ഗ്രാമാന്തര വീഥികളിലൂടെ സഞ്ചരിച്ച് ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പ്ലാവിൻമുറി സെന്ററിൽ നടക്കുന്ന സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 15-ന് പഞ്ചായത്ത് പടിക്കൽ സമരം രാവിലെ 10 മണിക്ക് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പുത്തഞ്ചിറ വടക്കുമുറി ജംഗ്ഷനിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. മണ്ഡലം പ്രസിഡന്റ് VN നദീർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി EM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ശബരിമല എന്നുള്ളത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം വിശ്വാസികൾ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ തിരുപ്പതി ക്ഷേത്രം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുന്ന, ആരാധകർ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം ശബരിമല ക്ഷേത്രമാണ്. മണ്ഡലമാസക്കാലത്തും അതുപോലെ തന്നെ മകരവിളക്ക് കാലത്തും കോടിക്കണക്കായ ഭക്തജനങ്ങളാണ് ശബരിമലയിൽ ഓരോ വർഷവും എത്തിച്ചേരുന്നത്. അത് കേരളത്തിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ വിശ്വാസികൾ അവിടെ എത്തിച്ചേരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, കർണാടകയിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും, അതുപോലെ തന്നെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമായി കോടിക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ വരുമ്പോൾ ആ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ കാണിക്കയായി സമർപ്പിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം. അത് പണമായി സമർപ്പിക്കുന്നവരുണ്ട്, സ്വർണമായി സമർപ്പിക്കുന്നവരുണ്ട്, വെള്ളിയായി സമർപ്പിക്കുന്നവരുണ്ട്. അതിനേക്കാൾ ഉയർന്ന മൂല്യങ്ങളുള്ള രത്നങ്ങളും അതുപോലെ തന്നെയുള്ള ഡയമണ്ടുകളും ഒക്കെ തന്നെ അവിടെ കാണിക്കയായി സമർപ്പിക്കുന്നവരുണ്ട്. ജിജോ അരിക്കാടൻ, ആന്റണി പയ്യമ്പള്ളി, TS ഷാജി, യുധി മാസ്റ്റർ, വാസന്തി സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് VS അരുൺരാജ്, PS സുഭാഷ്, PC ബാബു, പ്രജീഷ് കളരിക്കൽ എന്നിവർ സംസാരിച്ചു. മാള KMCയുടെ 2ാമത് സൂപ്പർ മാർക്കറ്റ് കോണത്തുകുന്ന് മനക്കലപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. KMCയുടെ വിളാങ്കലൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന KMC സൂപ്പർ മാർക്കറ്റിന് എല്ലാവിധ ആശംസകളും നൽകുന്നുണ്ട്. ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ എല്ലാം തന്നെ വലിയൊരു കൂട്ടായ്മയാണ്.
കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് മഴയുടെ തന്നെ മുഖച്ഛായ മാറ്റുകയും ജനങ്ങൾക്ക് ഏറെ കുറഞ്ഞ നിരക്കിൽ തന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവരുടെ കൈകളിൽ എത്തിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉത്തമ വിശ്വാസം. KMC ലിൻഡിഷ് ആൻഡോ അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ K കൃഷ്ണകുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഫാദർ ലിജോ കരുത്തി, K നജാബ്, സോയി കോലഞ്ചേരി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 11, 12, 13 തീയതികളിൽ നടത്തുന്ന ഓരോ പർച്ചേസിനും 1 കിലോ സവോള, 1 കിലോ തക്കാളി, 1 കിലോ ഉരുളക്കിഴങ്ങ് എന്നിവ 5 രൂപയ്ക്ക് നൽകുന്നു. കൂടാതെ ഉദ്ഘാടന ദിവസത്തെ കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ചാലക്കുടി കൊരട്ടിയിൽ അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് വീണു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് അജ്ഞാതൻ തീയിട്ടു. ഒഴിവായത് വലിയ അപകടം. ഇന്ന് പുലർച്ചെ 1:30യോടെയായിരുന്നു സംഭവം. കായിക അധ്യാപകർ വിട്ടുനിൽക്കുന്നത് മൂലം പ്രതിസന്ധിയിലായ ഉപജില്ലാ കായികമേളകളുടെ നടത്തിപ്പിനെ ചൊല്ലിയുള്ള പരാതികൾ തുടരുന്നു. തൃശൂർ ജില്ലയിലെ മിക്ക ഉപജില്ലാ കായികമേളകളും താളം തെറ്റിയ നിലയിലാണ് നടന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.